നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, പലരും സൗണ്ട് സിസ്റ്റമൊക്കെ പലരും പോയി വാങ്ങാറുണ്ട്. അപ്പോൾ പലരും ഈ 5.1 ഡോൾബി DTS സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാണ് പലരും ഹോം തിയേറ്ററുകളൊക്കെ വാങ്ങാറുള്ളത്. ഇപ്പോൾ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് സൗണ്ട് ബാർ പോലുള്ള ഡിജിറ്റൽ ഓഡിയോ സിസ്റ്റംസൊക്കെയാണ് ഇപ്പോൾ വരാറുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വിലക്കൊക്കെ 5.1 ഹോം തിയേറ്റർ പലരും വാങ്ങിയിട്ട് അത് 5.1 ആണെന്ന് ഇത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. 5.1 ഹോം തിയേറ്റർ തന്നെയാണെങ്കിലും പക്ഷേ അതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണോ അതിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ പലരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാധാ സെറ്റ് ടോപ്പ് ബോക്സുകളിലൊക്കെ TV-യുടെ വീഡിയോ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ വീഡിയോയിലേക്ക് കണക്ട് ചെയ്തിട്ട് സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ 2 ഔട്ട് എടുത്ത് ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന 5.1 ഡോൾബി ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാര്യം അതിൻ്റെ ഔട്ട് ഡോൾബി അല്ല, അത് നോർമൽ സ്റ്റീരിയോ ഔട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സറൗണ്ടായിട്ടൊന്നുള്ള ഓഡിയോ ഔട്ടല്ല നമുക്ക് വരുന്നത്. പഴയ ടെക്നോളജി എന്ന് പറയുന്നത് ഹോം തിയേറ്ററുകൾ ഒരു 2030 TDA 2030 എന്നുള്ള ഒരു ആംപ്ലിഫയർ IC ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന് പ്രീ ഇൻപുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് ICയിൽ നിന്ന്, അതായത് പ്രീ ICയിൽ നിന്ന് വരുന്ന ഔട്ടുകളാണ് ഈ ആംപ്ലിഫയറിലേക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ DVD പ്ലെയറുകളിൽ നിന്നാണ് നമുക്ക് ഈ 5.1 ഔട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഹോം തിയേറ്റർ വരുന്ന സമയത്ത് DVD പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് DTS നമുക്ക് ലഭിക്കുകയുള്ളൂ, 5.1 നമുക്ക് ഔട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ ഹോം തിയേറ്റർ നമുക്ക് ഏതെങ്കിലും TV-യുടെ ഔട്ടിലോ അതുപോലെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ 2 ചാനലിൽ കൊടുത്തിട്ട് 5.1 ലഭിക്കുന്നില്ല, അതിൽ ഫുൾ ചാനൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ പറയാറുണ്ട്. പക്ഷേ പലർക്കും ഈ 5.1 പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ TV-യുടെ ഇതിൽ കണക്ട് ചെയ്തിട്ട് 5 സ്പീക്കേഴ്സും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പലരും പറയാറുള്ളത്. പക്ഷേ അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് പ്രൊലോജിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ റിമോട്ടിലുണ്ട്. അപ്പോൾ നമുക്കിത് 2.1 കണക്ട് ചെയ്ത ഹോം തിയേറ്റർ ആണെങ്കിൽ പോലും നമ്മളിത് പ്രൊലോജിക് എന്ന് പറയുന്ന ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് മിക്സായിട്ട്, അതായത് ഇതിൻ്റെ പ്രീ ICയിൽ ഓഡിയോ പ്രീ ICയിൽ 5.1 എന്ന് പറയും, ഈ 2.1 ഓഡിയോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ആംപ്ലിഫയർ ICകളിലേക്ക്, ഓരോ ചാനലിലേക്കുമുള്ള ആംപ്ലിഫയർ ICകളിലേക്ക് മിക്സ് ചെയ്ത് ഓഡിയോ പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് കറക്റ്റ് 5.1 ഔട്ടല്ല സത്യത്തിൽ. അതുപോലെ തന്നെയാണ് പെൻ ഡ്രൈവുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും പലർക്കും അങ്ങനെ കിട്ടാറുണ്ട്. അതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ആ ആദ്യകാലത്തുണ്ടായിരുന്ന ഹോം തിയേറ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ DVD പ്ലെയറുകളെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. DVD ഉപയോഗിക്കുക, DVDയിൽ നിന്ന് കറക്റ്റ് ഓരോ ചാനലിലേക്കുമുള്ള ഇൻപുട്ടുകൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ FR, FL, SR, SL, അതുപോലെ തന്നെ സെൻട്രൽ, അതുപോലെ തന്നെ സബ്, ഇങ്ങനെ ഒരു 6 ഔട്ട് നമുക്ക് ലഭിക്കും. അതിൽ 5.1, അതായത് ആ 0.1 എന്ന് പറയുന്ന സബ് കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഔട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് DVDയിൽ നിന്നും സബിലേക്ക് വരുന്നതിൽ വേറെ ബാസ് മാത്രമുള്ള ഒരു ഓഡിയോ സിസ്റ്റം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ സ്പീക്കറിൽ നമുക്ക് ആ വോയിസ് ആയിരിക്കും മെയിനായിട്ട് അതിലേക്ക്. അപ്പോൾ അതായത് സന്ദർഭം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ DVD നമ്മളിടുന്ന ഡിസ്ക്, CD നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ DVDയിൽ നമ്മൾ ഡിസ്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ 5.1 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള CD ആണെങ്കിൽ മാത്രമേ നമുക്ക് DVDയിൽ നിന്ന് 5.1 കിട്ടുകയുള്ളൂ. DVD 5.1 ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. DVD പ്ലെയർ അതിൽ നമ്മൾ ഇടുന്ന CD അത് 5.1 ആയിരിക്കണം. അപ്പോൾ CD-യിൽ ഘടകമുണ്ട്. അതേപോലെ തന്നെ DVD പ്ലെയർ അതിൽ 5.1 കറക്റ്റ് കിട്ടുന്നതിനൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ 2 കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഔട്ട് 5.1 വരത്തുള്ളൂ. അത് പ്രീ ഔട്ടായിരിക്കും.
അത് ഈ ഔട്ടിനെ, ഈ പ്രീ ഔട്ടിനെ ആംപ്ലിഫൈ ചെയ്ത് വലിയ ശബ്ദത്തിലാക്കിയാണ് നമുക്ക് ഹോം തിയേറ്ററിലൂടെ തരുന്നത്. പിന്നെ ഡിജിറ്റലായിട്ടുള്ള കൺട്രോളിങ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ വോളിയം അതുപോലെ തന്നെ അതിൻ്റെ സ്വിച്ചിങ്ങും ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ 5.1 ആയിട്ട് നമുക്ക് അതിൻ്റെ ഓഡിയോ ഔട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇടി കുടുങ്ങുക, അതുപോലെ തന്നെ മഴ പെയ്യുക, ഇതൊക്കെ നമുക്ക് ചിലതൊക്കെ റിയർ സ്പീക്കറിൽ കേൾക്കുന്നുണ്ട്. പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്ന സൗണ്ട് കറക്റ്റ് അത് അതിൻ്റെ റിയർ സ്പീക്കറിൽ തന്നെ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ സെൻട്രൽ സ്പീക്കറിൽ വോക്കൽ സൗണ്ട്, ഇപ്പോൾ പാട്ടൊക്കെ ഇടുന്ന സമയത്ത് 5.1 ആണെന്നുണ്ടെങ്കിൽ വോയിസൊക്കെ സെൻട്രൽ സ്പീക്കറിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സറൗണ്ടിങ് നമുക്ക് 4 സ്പീക്കറിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഓഡിയോ നമുക്ക് കിട്ടണം. അപ്പോൾ അത് 5.1 പ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. 5.1 DVD അതുപോലെ തന്നെ 5.1 CD ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ടെക്നോളജി മാറി, ഇപ്പോൾ സൗണ്ട് ബാർ പോലുള്ള സിസ്റ്റങ്ങളൊക്കെ വന്നപ്പോൾ അതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീ സിസ്റ്റം തന്നെ മാറിയിട്ടുണ്ട്. ആംപ്ലിഫയർ ഏത് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ പ്രീ സിസ്റ്റത്തിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ TVയിൽ നിന്ന് വരുന്ന HDMI ARC ഔട്ട്, ഈ ARC ഔട്ട് നമ്മൾ സൗണ്ട് ബാറിൻ്റെ പോലുള്ള ഇൻപുട്ടുകൾ കൊടുത്തിട്ട് ഇതിനെ ഡീകോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും നമുക്ക് സറൗണ്ട് 5.1 അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കിട്ടും. അതിനുള്ള ആപ്പുകളും നമുക്ക് ഇപ്പോൾ പുതിയ ആൻഡ്രോയിഡ് TVകളിലൊക്കെ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഔട്ടിനെ ഇത് നേരെ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തതിന് ശേഷം ARC വഴി സൗണ്ട് ബാറിലേക്ക് ചെല്ലുക. എന്നിട്ട് അതിൽ ആ ബോർഡിൽ ഇതിനെ അനലൈസ് ചെയ്ത്, അതായത് ഇതിനെ ഡീകോഡ് ചെയ്ത് ഓഡിയോ കറക്റ്റായിട്ട് ആംപ്ലിഫയറിലേക്ക് ഇത് എത്തിക്കുന്ന പരിപാടിയാണ് സൗണ്ട് ബാറുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് TVയിൽ നിന്ന് ARC കറക്റ്റ് ഡിജിറ്റൽ ഔട്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഔട്ട്, ഇങ്ങനെയുള്ള ഔട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ TVയിൽ LED TVയിൽ നിന്ന് ആൻഡ്രോയിഡ് TVയിൽ നിന്നൊക്കെ നമുക്ക് 5.1 നമുക്ക് ഉള്ള വീഡിയോസോ ഏതെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം, ARCയിലൂടെ നമുക്ക് ഡോൾബി 5.1 നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ പഴയ CRT TVയിൽ നിന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് LED TVകളിലൊക്കെ ARC ഔട്ട് ഉണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ടെക്നോളജിയാണ് സൗണ്ട് ബാർ. ഇപ്പോൾ ഹോം തിയേറ്റർ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഹോം തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 5.1 എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതി പലരും പറയുന്നുണ്ട്. പക്ഷേ നോർമൽ നമ്മുടെ പഴയ ഹോം തിയേറ്റർ നമ്മുടെ TVകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് 5.1 ഔട്ട് നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് ബാറിലേക്ക് മാറണം. ഇപ്പോൾ LED TVയുടെ ടെക്നോളജിക്ക് അനുസരിച്ചാണ് ഇപ്പോൾ സൗണ്ട് ബാർ എന്നുള്ള ഹോം തിയേറ്റർ സിസ്റ്റം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ARC ഇൻപുട്ട് കൊടുക്കുമ്പോഴോ ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴോ നമുക്ക് ഡിജിറ്റൽ ഔട്ട് കിട്ടും. ഒറ്റ വയറിൽ നമുക്ക് കാര്യം കഴിയും. മറ്റേതുപോലെ നമ്മളല്ലെങ്കിൽ TVയിൽ ഓരോന്നിനും ഓരോ ഔട്ട് DVD പ്ലെയറിലുള്ള പോലെ അവർ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഡിജിറ്റൽ ഔട്ടാണ്, മറ്റേത് അനലോഗായിട്ടാണ് അങ്ങനെ ഓരോ ചാനലിലേക്ക് ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് HDMI ARC കേബിൾ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ബാറിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് അത് അതിനുള്ള ഡീകോഡ് ചെയ്യുന്ന ബോർഡുകളുണ്ട് ഓഡിയോ. എന്നിട്ട് ശേഷം ആ പ്രീ ഔട്ടിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് 5 സ്പീക്കറിലേക്കും 6 സ്പീക്കറിലേക്കും ഒക്കെ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, പലരും വിളിച്ച് സംശയം ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ 5.1 ഹോം തിയേറ്റർ TVയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ആ സറൗണ്ട് സിസ്റ്റം കിട്ടുന്നില്ല. ചിലപ്പോൾ 2.1 മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ TVയിൽ ഒരു ഹെഡ്ഫോൺ ഔട്ട് ഉണ്ടാവും. ഈ ഹെഡ്ഫോൺ ഔട്ട് എടുത്തിട്ട് ഓക്സ് ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ് ഹോം തിയേറ്ററിൻ്റെ. അങ്ങനെ കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഗുണം നമുക്ക് ലഭിക്കില്ല. കാര്യം അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഓഡിയോ ഡീകോഡർ വേണം. ARC ഓഡിയോ ഡീകോഡറൊക്കെ ഉള്ള ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് സൗണ്ട് ബാറിൽ ലഭ്യമാണ്. അപ്പോൾ അതുപോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഔട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. കാര്യം പലരും ചോദിക്കുന്ന സംശയമായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.